വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ നിന്ന് വോട്ട് പിടിച്ചു. പക്ഷേ ഇവിടെ നിങ്ങൾ നേരിടാൻ പോകുന്നത് KC വേണുഗോപാലിനെയും ആരിഫിനെയുമാണ്. നിങ്ങൾക്ക് എവിടെയാണ് ആലപ്പുഴയിൽ സ്ഥാനം എന്നാണ് ചോദിക്കുന്നത്. എന്തു പറഞ്ഞാണ് നിങ്ങൾ വോട്ട് ചോദിക്കാൻ പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ആലപ്പുഴയിൽ BJPയുടെ സ്ഥാനം ജൂൺ മാസം 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ അങ്ങേക്ക് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും മനസ്സിലാവും. അതിപ്പോ എല്ലാവർക്കും മനസ്സിലാവും. അതെ, മനസ്സിലാവുന്നില്ലേ അവർ പറഞ്ഞത്? മനസ്സിലാകും. അത്ര കോൺഫിഡൻസേ ഉള്ളൂ. അല്ല, അങ്ങേക്ക് മനസ്സിലാവുന്നത് എന്റെ കോൺഫിഡൻസ് അങ്ങേ ബോധ്യപ്പെടുത്താൻ എനിക്ക് ആവശ്യമില്ലല്ലോ. അത് അങ്ങേക്ക് മനസ്സിലാവും, അങ്ങയുടെ സഹപ്രവർത്തകർക്ക് മനസ്സിലാവും, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. അത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആലപ്പുഴയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണുക. ഞാൻ ഈ പറയുന്നത് പോലെ വെറുതെ ആവശ്യമില്ലാത്ത രാഹുൽ ഗാന്ധി പറയുന്നത് പോലും, സീതാറാം യെച്ചൂരി പറയുന്നത് പോലും, പിണറായി വിജയൻ പറയുന്നത് പോലും ഒന്നും നമ്മൾ വെറുതെ ഇങ്ങനെ വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ചെയ്യേണ്ടതില്ല. ജൂൺ മാസം 4-ാം തീയതി കൃത്യമായ പിക്ചർ ശ്രീ അരുൺകുമാർ എന്ന് പറയുന്ന കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഞെട്ടലോടെ കേരളത്തിലെ BJPയുടെ വളർച്ച ശോഭ ഞെട്ടിക്കോ? ശോഭ ഞെട്ടിക്കോ എന്നുള്ളത് നിങ്ങൾ വിഷമിക്കാതിരിക്കുന്നേ, നിങ്ങൾ കാത്തിരിക്കുന്നേ. എന്തിനാണ് ഇത്ര ധൃതി? അങ്ങ് കാത്തിരിക്കൂ. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി 10,000-ന് മുകളിൽ വോട്ട് വാങ്ങി വിജയിച്ച് കേന്ദ്രമന്ത്രിയായി അങ്ങേക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു വനിതാ ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയിൽ ആദ്യത്തെ ഇന്റർവ്യൂ ശ്രീ അരുൺകുമാർ. എനിക്കത് ഇഷ്ടപ്പെട്ടു. അതിൽ ഞാൻ പ്രത്യേകം എനിക്കൊരു താങ്ക്സ് ഞാൻ അഡ്വാൻസ് ആയിട്ട് അറിയിക്കുന്നു. പക്ഷെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അങ്ങനെ വിജയിക്കണമെങ്കിൽ KC വേണുഗോപാലിനെ മറികടക്കണം, ആരിഫിനെ മറികടക്കണം. നിലവിൽ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ നമ്മളെ KS രാധാകൃഷ്ണൻ പിടിച്ച പരമാവധി വോട്ട് 1.25 ലക്ഷം, 1,87,000 മറ്റോ ആണ്. പക്ഷെ ഇനി 1.5 ലക്ഷം വോട്ട് പിടിക്കണേ. അത് എവിടെ പിടിക്കും? 2019 മുമ്പ് നടന്ന ഇലക്ഷനിൽ BJPക്ക് എത്ര വോട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയില്ലേ? 2014 നടന്ന ഇലക്ഷനിൽ BJPക്ക് എത്ര വോട്ടുണ്ടായിരുന്നു? BJPയുടെ വളർച്ച അങ്ങ് കണ്ടില്ലെന്ന് അടിക്കരുത്. എത്ര ശതമാനം വീതമാണ് കേരളത്തിലെ പൊതുസമൂഹം BJPയെ സപ്പോർട്ട് ചെയ്ത് ഓരോ തെരഞ്ഞെടുപ്പിലും വന്നുകൊണ്ടിരിക്കുന്ന സത്യം അങ്ങ് ഉൾക്കൊണ്ട്. പക്ഷേ 17% വളർന്നിട്ട് അവസാനം 13% ചുരുങ്ങിയില്ലേ നിയമസഭ വന്നപ്പം? എന്റെ പൊന്നു സഹോദര, ചില തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികൾ ഉണ്ടാകും. പക്ഷെ BJP എങ്ങും ഒളിച്ചു പോയിട്ടില്ല. BJP ഇത്തവണ ആലപ്പുഴയിൽ മത്സരിക്കും. അങ്ങ് എഴുതി വെച്ചോ, റെക്കോർഡ് വെച്ചോ, നമുക്ക് വീണ്ടും സംസാരിക്കാം. ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. ഒരു സംശയം വേണ്ട. അപ്പൊ തൃശ്ശൂർ മത്സരിക്കുന്നത് തോക്കാൻ വേണ്ടിയാണോ എന്നാ ചോദിച്ചത്? ആലപ്പുഴയിലെ കാര്യം പറയുമ്പോൾ ഞാൻ ഇതിനാണ് ആഗോളതാപനത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്. ഒരു കാര്യം, ഒരു സംശയമുള്ളത്, ഞാൻ ഈ പോകുന്ന മണ്ഡലങ്ങളിലെല്ലാം BJPക്കാർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ഡലത്തിൽ ഞങ്ങളുടെ BJP സ്ഥാനത്ത് ജയിച്ചു വന്ന കേന്ദ്രമന്ത്രിയാ. നിങ്ങൾ 20 മണ്ഡലത്തിലും കേന്ദ്രമന്ത്രിമാരാവാൻ പറ്റുന്ന ആൾക്കാരെയാണോ നിർത്തിയിരിക്കുന്നത്? അങ്ങ് ജയിപ്പിച്ചു നോക്കൂ. 20 മന്ത്രിമാരെ അങ്ങനെ കിട്ടിയ അഭിമാനമല്ലേ? ഒരു മലയാളി എന്ന നിലയിൽ അരുൺകുമാറിന് അഭിമാനിച്ചൂടെ? 20 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായാൽ 8 പേര് തെക്കോടൊക്കെ നടന്നില്ലേ ഒരു കാലഘട്ടത്തില്? മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ 8 പേര് തെക്കപ്പൊക്കെ നടന്നിട്ട് വെറുതെ തെക്കോടൊക്കെ നടന്നില്ലേ? പ്രധാനമൊന്നുമില്ലായിരുന്നല്ലോ. 20 പേര് ജയിച്ചു വന്നാൽ 20 മന്ത്രിമാരുള്ള ഒരു സംസ്ഥാനത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ നിലയിൽ അരുൺകുമാറിന്റെ അഭിമാനം എത്രത്തോളം? അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട പോളിസികൾ ചർച്ച ചെയ്താൽ വിലക്കയറ്റം ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഇൻഫ്ലേഷൻ, അതാണ് CSDS സർവേയിൽ പറയുന്നത്. രണ്ടാമത്തത് തൊഴിലില്ലായ്മ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് നിൽക്കുന്നു. മൂന്നാമത്തത് പ്രധാനപ്പെട്ട കാര്യം, ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പിയുടെ വില പോലും ഇടിഞ്ഞ് താഴേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവുന്നു. പെട്രോൾ, ഡീസൽ, ജീവിത ചെലവ് കൂടി. ഇതൊക്കെ സാധാരണക്കാരെ വോട്ടർമാർ കണക്കാക്കില്ലേ ജിതിൻ? 2014 ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് എത്ര പേർക്ക് സർക്കാർ സർവീസിൽ നിയമനം കൊടുത്തു നമുക്കറിയാമോ? 8,02,497 പേർ SSCയും മറ്റ് RRB ഉൾപ്പെടെയുള്ള 10 വർഷം. നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്ത് എന്തായിരുന്നു? ഒരു വർഷം എത്രയായിരുന്നു? 2 കോടി. അതായത് 20 കോടി നൽകേണ്ടിടത്ത് അങ്ങ് തന്നെ പറയുന്നു പരമാവധി കൊടുത്തത് 8 ലക്ഷം. ഒരു നിമിഷം അങ്ങ് കേൾക്കൂ, ഞാൻ മറുപടി പറഞ്ഞു തീർക്കട്ടെ. 2014 മുമ്പുള്ള അങ്ങ് 2014 മുമ്പ് 10 വർഷം ഇവിടെ പഠിച്ച UPA ഗവൺമെന്റ് കൊടുത്തത് 2,08,670 നിയമനങ്ങളാണ്. അങ്ങേക്ക് പരിശോധിക്കാൻ കണക്ക്. ഇനി നരേന്ദ്രമോദി 2 കോടി ജോലി കൊടുത്തോ? ഈ പോകുന്ന തീരദേശത്തൂടെ പോകുന്നു, അതേപോലെ തന്നെ ഈ NH-ഉം ഹൈവേയും, അതേപോലെ ഈ പടപ്പണിഞ്ഞ ബൈപ്പാസ്, ഭാരത് മണ്ഡപം, പുതിയ ലോക്സഭാ മന്ദിരം, അയോധ്യ രാമക്ഷേത്രം, പിന്നെ വൈറ്റ് കോളർ. അങ്ങ് എന്ത് വർത്തമാനം പറയുന്നത്? വൈറ്റ് കോളർ ജോബ് മാത്രമാണോ ഈ നാട്ടിലെ തൊഴിൽ? എന്താണ് തോട്ടിപ്പടി എടുക്കുന്നത്? അന്തസ്സുള്ള ജോലിയാണ്. അതാണോ വലിയ വാഗ്ദാനം? ഏതാണ്? അതാണോ വലിയ വാഗ്ദാനം?
ഈ നാട്ടിലെ തോട്ടിപ്പണി ചെയ്യുന്നവന് അന്തസ്സോടെ ചെയ്യുന്നത്, ശുചിത്വ തൊഴിലാളി അന്തസ്സോടെ ചെയ്യുന്നത്, ഈ നാട്ടിലെ മണ്ണെടുക്കാൻ പോകുന്നവന് അന്തസ്സോടെ ചെയ്യുന്നത്, ഈ നാട്ടിലെ പുല്ല് പറിക്കാൻ പോകുന്നവന് അന്തസ്സോടെ ചെയ്യുന്നത്, എല്ലാ ജോലിക്കും ഉണ്ട്. അല്ലാതെ അരുൺകുമാർ ഒറ്റ കണക്കേ ഉള്ളൂ ജിതിൻ. അതായത് IIT പാസ്സായിട്ട് വരുന്ന ചെറുപ്പക്കാരുടെ പാസ്സായിട്ട് വരുന്നവര്, ഡിഗ്രി ബിരുദം പാസ്സായിട്ട് വരുന്നവര്, അവർക്ക് കൊടുക്കാൻ തൊഴിൽ എവിടെ? സഹോദര, IIT പാസ്സായി വരുന്ന എഞ്ചിനീയർമാർ റോഡ് ഡിസൈൻ ചെയ്യും, കെട്ടിടങ്ങൾ ഡിസൈൻ ചെയ്യും. അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥർ അത് നടപ്പിലാക്കാൻ ശ്രമിക്കും. താഴെയുള്ള പാവപ്പെട്ട ലേബർമാർ, തൊഴിലാളികൾ, അന്നന്ന് പണിയെടുത്ത് കുടുംബം പോറ്റുന്നവൻ ജോലി ചെയ്തത് നടപ്പിലാക്കും. ഒറ്റ ചോദ്യം, എന്തിനാണ് ഇത് പുച്ഛിക്കുന്നത്? നമ്മുടെ റെയിൽവേയിൽ എത്ര വേക്കൻസി ഉണ്ട് സാർ? റെയിൽവേയിലെ വേക്കൻസി ഒക്കെ നികത്തപ്പെടും സാറേ. അങ്ങ് ഇതൊക്കെ വിടും. റെയിൽവേയിൽ മാത്രം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കിയത് മോദി സർക്കാരാണ്. ഈ നാട്ടിലെ അടിസ്ഥാന